എനിക്കറിയില്ല എന്തോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഒരു ആഹാരം കഴിക്കാൻ പറ്റില്ല. ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറിപ്പോടെ ഇരിപ്പുണ്ട് വളച്ചിട്ട്. എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. ആരോട് എന്ത് പറയണം, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. തുറന്നു നോക്കുമ്പോൾ ഇത്രയും വീഡിയോസ് വരുന്നത് 11. എന്താ അവൻ്റെ അഭിനയം! സിനിമയിലായിരുന്നുണ്ടെങ്കിൽ ഇപ്പം നാഷണൽ അവാർഡ് വരെ കിട്ടിയേനെ. അതുപോലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും കഴിച്ചിട്ടില്ല പാവം, ഒന്നും കഴിക്കാനും തോന്നുന്നില്ല. ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നേ ബിരിയാണി കിട്ടിയേനെ. അവിടെ ആയതുകൊണ്ടേ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് പാവം കഴിക്കാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ഊട്ടി കൊടുക്കണമായിരിക്കും. ഇതുപോലുള്ളവന്മാരുടെ കയ്യിലേക്ക് 18 വയസ്സാകുമ്പോഴേക്കും പെൺപിള്ളാരെ പിടിച്ചേൽപ്പിക്കുന്ന വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. 20 വയസ്സ് കഴിഞ്ഞ് ഒരു പെങ്കൊച്ച് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പം തുടങ്ങും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സൂക്കേട്. യോ, പെങ്കൊച്ചുങ്ങളെ ഇങ്ങനെ നിർത്തല്ലേ, വയസ്സായിപ്പോവും. 10-25 വയസ്സാകുമ്പോഴേക്കും പെൺപിള്ളാരുടെ മൂക്കി പല്ല് കളിക്കും, വയസ്സാകും, സൗന്ദര്യം കുറയും, പിന്നെ കല്യാണം നടക്കത്തില്ല. ഇത് കേൾക്കുമ്പോൾ ബന്ധുക്കൾക്കും അങ്ങ് ടെൻഷനാകും. ബന്ധുക്കൾ പിടിച്ച് കെട്ടിച്ചങ്ങ് വിടും. അതുമാത്രമാണോ, കഴുത്തെ താലി വീഴുമ്പോഴേക്കും ഈ പുരുഷനാണ് തൻ്റെ ജീവനും ജീവിതവും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പെൺപിള്ളാർ കരുതും. പിന്നെ എല്ലാം സഹിച്ച് ക്ഷമിച്ചങ്ങ് ജീവിക്കും. ഈ മനോഭാവങ്ങളൊക്കെ മാറാതെ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല.